ഞാൻ ഈ കേരളത്തിലുള്ളപ്പോൾ അടിച്ചു പൊളിച്ച് ഇങ്ങനെ ലാവിഷായിട്ട് നടന്ന് ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സാലറി ഒന്നും പറ്റില്ല. ഇവിടെ നല്ല സാലറി കിട്ടുമായിരുന്നു, പക്ഷേ എന്നാലും എനിക്ക് സഫീഷ്യൻ്റ് ആയിരുന്നില്ല. ബിക്കോസ് ഞാൻ ഒരു സെപ്പറേറ്റ് വീടെടുത്ത് ഒരു കുക്കിനെ വെച്ചെല്ലാം ഇങ്ങനെ ജീവിച്ചിരുന്നതാണ്. അപ്പോൾ എനിക്കത് പറ്റാതെ വന്നു. അപ്പോൾ നെക്സ്റ്റ് ചോയ്സ് എന്താ വെച്ചാൽ നമ്മൾ പ്രോഗ്രാം നടത്തണം, എവിടെയെങ്കിലുമൊക്കെ പാട്ട് പാടിയാൽ മാത്രമേ കാശ് കിട്ടുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഭാസ്കരൻ മാഷുടെ 25ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് മ്യൂസിയം, എഗ്മോർ മ്യൂസിയം തിയേറ്ററിലായിരുന്നു. അതിന് എൻ്റെ ഗാനമേളയായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ഗാനമേള നല്ല ഗ്രാൻഡായിട്ട് ഇങ്ങനെ പാടി, ഹിന്ദി, മലയാളം, തമിഴൊക്കെ ഇങ്ങനെ പാടി. പ്രോഗ്രാം വാസ് വെരി നൈസ്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വാണ്ട്സ് ടു മീറ്റ് മീ. അപ്പോൾ അവരിങ്ങനെ, അപ്പോൾ ഞാൻ ഹായ് ഹലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് അദ്ദേഹം ചോദിച്ചത് ആർ യു ഇൻട്രസ്റ്റഡ് ടു സിങ് ഇൻ ഫിലിംസ് എന്ന് ചോദിച്ചു. അപ്പോൾ സിനിമയിൽ പാടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ ഞാനത് ലൈറ്റായിട്ട് എടുത്ത്. കാരണം വെച്ചാൽ ഇതുപോലെ പലരും പറയും, ഇന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും. സോ അതുകൊണ്ട് ഐ ടുക്ക് ഇറ്റ് വെരി ലൈറ്റ്. അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്, അതിനാണ് ഞാനിവിടെ മദ്രാസിൽ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ ദാറ്റ് കേസ് ദിസ് ഈസ് മൈ കാർഡ്, യു കോൺടാക്ട് മീ പറഞ്ഞ് കൊടുത്തത്. കാർഡ് എടുത്ത് നോക്കിയപ്പോൾ ശ്രീകുമാരൻ തമ്പി, ഫിലിം പ്രൊഡ്യൂസർ, ലിറിക്സിസ്റ്റ് എന്ന് പറയും. അപ്പോൾ തന്നെ ഐ വാസ് ഷോക്ക്ഡ്. അത് അന്നിവിടെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ പാടിയതു ഇങ്ങനെ അകലെ അകലെ നീലാകാശം. അപ്പോൾ ഞാൻ തന്നെ അത് നോക്കിയിട്ട് സാറേ എനിക്ക് ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. ഞാൻ പാട്ടുകൾ അധികം പാടാറുണ്ട്, സാറിൻ്റെ പാട്ടുകൾ ഞാൻ പാടാറുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല, ക്ഷമിക്കണം. അതുകൊണ്ട് ഞാൻ നമുക്ക് എൻ്റെ അടുത്ത് കാർഡ് എൻ്റെ അടുത്ത് തന്നിട്ട് ആ കാർഡ് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ, ദറ്റ് മീൻസ് ആഫ്റ്റർ 2 days ഞാൻ അണ്ണാനഗറിൽ ഉള്ള വീട്ടിൽ പോയി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണണമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലും. അപ്പോൾ എനിക്ക് അത് സിനിമ ചാൻസ് കിട്ടുക ഇല്ലേ അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ വെരി കൂളായിട്ട് നന്നായിട്ടൊന്ന് പള്ളിയിലൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച്, വേറെ ഒരു ഫ്രണ്ട്സിനോടും പറഞ്ഞില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല. ഐ ജസ്റ്റ് വെൻറ്റ് അലോൺ. അവിടെ ചെന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് അടുത്ത മുറിയിലോട്ട് കൊണ്ടുപോയി. അവിടെ അടുത്ത മുറിയിൽ ആരായിരുന്നതെന്ന് വെച്ചാൽ അർജുന മാസ്റ്റർ ഒരു ഹാർമോണിയായിട്ട് ഇരിപ്പുണ്ട്. അവിടെ കൊണ്ട് എന്നെ ഇരുത്തി. ഐ വാസ് ഷോക്ക്ഡ്, ഇതെന്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഒരു പാട്ട് പാടിച്ച് എന്നെ ഒരു വോയിസ് ടെസ്റ്റിനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. എങ്ങനത്തെ ഒരു വോയിസ് ടെസ്റ്റ് ഒന്നുമില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ആദ്യം വന്നിട്ട് ഒരു പാട്ടിനൊരു തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ പാട്ട് ജോളി പാടുന്നു, ചട്ടമ്പി കല്യാണി ആണ് പടത്തിൻ്റെ പേര്, ജോളിയാണ് ഈ പാട്ട് പാടാൻ പോകുന്നത്. അത് കൂടാതെ ഈ പാട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ പാട്ട് അന്നത്തെ സൂപ്പർ ഹീറോയാണ് നസീർ സാറിന് വേണ്ടി ജോളി പാടുന്നു. ജനിച്ചവൻ വളർന്നവൻ കാലത്തിൻ കോവിലിൽ പൂജാരി, ഞാൻ കള്ളന്റെ മുമ്പിൽ ധിക്കാരി, ജയിക്കാനായി ജനിച്ചവൻ. ഈ പാട്ടിന് ശേഷം എനിക്ക് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കീഴിലും പാടി, MS വിശ്വനാഥൻ, മെല്ലിസ മന്നർ MS വിശ്വനാഥൻ്റെ സംഗീതത്തിലും പാടി. കഴിവ് തെളിയിച്ചിട്ടും പലപ്പോഴും പകരക്കാരനായി പടിയിറങ്ങി പോകാനായിരുന്നു ഇദ്ദേഹത്തിന്റെ വിധി. സിനിമയിലെ ട്രാക്ക് പാട്ടുകാരൻ എന്ന ലേബലിൽ തളച്ചിടുന്ന അവസ്ഥ അക്കാലത്ത് വന്നു. വല്ലാത്ത വേദനയായിരുന്നു. എത്രയൊക്കെ അവഗണിക്കാൻ ശ്രമിച്ചിട്ടും ജോളി എബ്രഹാമിൻ്റെതായിട്ടുള്ള പാട്ടുകൾ പിൽക്കാലത്ത് ശ്രോതാക്കൾ ഏറെ കേട്ടു. ആ പാട്ടുകൾ ഒരുപാട് ആവർത്തി ആസ്വദിച്ച് കേൾക്കുകയും ചെയ്തു. ഇന്നും ജോളിയുടെ പാട്ടുകൾ ശ്രോതാക്കൾ നെഞ്ചിലേറ്റി പാടുന്നു. ഈ ട്രാക്ക് വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പല മ്യൂസിക് ഡയറക്ടേഴ്സും എൻ്റെ അടുത്ത് ജോളി നാളെ ഒരു റെക്കോർഡിംഗ് ഉണ്ട്, അത് ട്രാക്ക് ആയിരിക്കും, ബട്ട് ചിലപ്പോൾ ജോളിയുടെ വോയിസ് തന്നെ ഓക്കെ ആക്കും. അങ്ങനത്തെ ഒരു ട്രെൻഡ്. അതായത് ജോളി വന്ന് പാടും, പക്ഷേ അത് ഒരു 50-50 ചാൻസസ്. 50 ചിലപ്പോൾ വേണമെങ്കിൽ ജോളിയുടെ പാട്ട് തന്നെ അവരിട്ടെന്ന് വരും, ഇല്ലെങ്കിൽ ജോളിനെ മാറ്റിയിട്ട് വേറെ സിംഗറെ വെച്ച് പാടും. ഇങ്ങനത്തെ റെക്കോർഡിങ്സ് എനിക്ക് പല മ്യൂസിക് ഡയറക്ടേഴ്സ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാറേ എനിക്കായിട്ട് ഒരു പാട്ട്
കമ്പോസ് ചെയ്ത് എനിക്കായിട്ടൊരു പാട്ട് വരുമ്പോൾ എന്നെ വിളിക്കൂ, ഞാൻ വന്ന് പാടാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് വാണ്ട് ടു സിങ് ആസ് എ ഫോർ എ ട്രാക്ക്. അങ്ങനെ ട്രാക്കിന് വേണ്ടി പാടാൻ എനിക്ക് ആഗ്രഹമില്ലെന്നുള്ളത് ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ പലരും അത് ഞാൻ വലിയൊരു അഹംഭാവമുള്ളവനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, പല ആൾക്കാരും. പക്ഷേ എന്നെ അറിയുന്നവർക്ക് അറിയാം ഞാൻ അഹംഭാവമുള്ളവനല്ല, വിനയമുള്ളവനാണെന്ന് അറിയാവുന്നത് കൊണ്ട് അവർ മനസ്സിലാക്കി പിന്നീടും പാട്ടുകൾ വന്ന് തന്നു, ഞാൻ പാടി. ആ സമയത്താണ് നമ്മുടെ ഹരിഹരൻ സാറിൻ്റെ പടം പഞ്ചമി കളർ പിക്ചർ, അതിനു വേണ്ടി ഒരു പാട്ടിനെ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മെല്ലിസ മന്നർ MS വിശ്വനാഥൻ അവറുകളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ എനിക്ക് ഒരു പാട്ട് പാടാനുള്ള ചാൻസ് കിട്ടി. തമിഴിൽ പാടിയ പാട്ട് വണക്കത്തി കൂറിയ കാതലിയെ. ആ പാട്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്? അടിയേனை பாரம்மா பிடிவாதம் ஏனம்மா வணக்கத்துக்குரிய காதலியே வணக்கத்துக்குரிய காதலியே அடியேனை பாரம்மா பிடிவாதம் ஏனம்மா வணக்கத்துக்குரிய காதலியே வணக்கத்துக்குரிய காதலியே. മലയാളം വിട്ട് തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളിലൂടെ ഈ ഗായകൻ തന്റെ സംഗീത ചക്രവാളം വിപുലപ്പെടുത്തി. കയറി ചെല്ലുന്നിടത്തെല്ലാം ഈ ഗായകന് സ്നേഹാദരങ്ങൾ ഏറെ ലഭിച്ചു. വിപുലമായ ആരാധകർ കാത്തിരിക്കുന്നു ജോളി എബ്രഹാമിന്റെ പാട്ടുകൾ കേൾക്കാൻ. ഞാൻ സ്പിരിച്വൽ സോങ്സ് കൂടുതൽ പാടിക്കൊണ്ടിങ്ങനെ വചനങ്ങൾ ഇങ്ങനെ കൂടുതൽ പാടി വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഫിലിമിൽ പാടിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. ഞാൻ പാടുന്ന ഗാനങ്ങളിലുള്ള വചനങ്ങൾ, യേശുവിൻ്റെ വചനങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയ ആ കാലം, ആ സമയങ്ങളിലാണ് ഇളയരാജ സാറിനൊക്കെ വേണ്ടി ഞാൻ പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം എന്നെ ഉപദേശിച്ച് ഇങ്ങനെ കൂടുതൽ ജോളിക്കാൻ, കൂടുതൽ മേക്ക് യു വേൾഡ് ഫേമസ് ആക്കാം, ജോളി വാ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അതിന് വലിയ ഒരു എനിക്ക് ഇതായിട്ട് എനിക്കതങ്ങോട്ട് ആ സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ തോന്നിയില്ല. പിന്നീടും അതിൻ്റെ പുറകെ പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ലായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ തന്നെ സ്വയമായിട്ട് പിൻവലിയായിരുന്നു. മലയാളത്തിൽ ഞാൻ അവസാനമായിട്ട് പാടിയത് ജോൺസൺ മാസ്റ്ററുടെ ചമയം. സിനിമാ ലോകം കൈയൊഴിഞ്ഞതല്ല ഈ ഗായകനെ, അവസരങ്ങൾ കുറഞ്ഞതുമല്ല. എന്നിട്ടും സിനിമയെ ഉപേക്ഷിക്കാനായിരുന്നു ഇദ്ദേഹത്തിന്റെ തീരുമാനം. ആത്മീയതയിലേക്കാണ് പിന്നീട് ഇദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചത്. പേരും പ്രശസ്തിയും സാമ്പത്തികവും നിറയെ ലഭിക്കുന്ന ഒരു വേദിയിൽ നിന്നും ഇതൊന്നുമല്ല തനിക്ക് വേണ്ടത് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ജോളി എബ്രഹാം ഇറങ്ങിപ്പോന്നു. ആ വഴിയിൽ നിന്നും വേറിട്ടൊരു വഴി മുന്നിൽ തെളിഞ്ഞു വന്നു. അതെ, ഒരുപക്ഷെ ഒരു ദൈവനിയോഗമാകാം അത്. എന്നയൽക്കാരനെ എന്നെ പോൽ സ്നേഹിക്കാൻ ചൊല്ലിയൊരുന്നതനെ. ലോകത്തിന്റെ പല ഭാഗത്തും ജോളി എബ്രഹാം ഇപ്പോഴും പാട്ടുകാരനായി സഞ്ചരിക്കുന്നു. സുവിശേഷ സ്വഭാവമുള്ള പാട്ടുകൾ മാത്രമാണ് ഇദ്ദേഹം പാടുന്നത്. ഈ ഗാനങ്ങളിലൂടെ ഈ ഗായകൻ ആത്മസംതൃപ്തി കണ്ടെത്തുന്നുണ്ടാവാം, കർത്താവിനെ അതിലൂടെ പ്രണമിക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ ഇനിയുള്ള കാലം ജോളിയുടെ കർമ്മം ഇതൊക്കെ തന്നെയായിരിക്കണം. ജോളി എബ്രഹാമിന്റെ സംഗീത വഴിയിലൂടെയുള്ള യാത്രയ്ക്ക് പിന്തുണയുമായി ഭാര്യയും മക്കളുമുണ്ട്. പൈതൃകമായി കിട്ടിയ സംഗീതത്തോടൊപ്പം മകനും സഞ്ചരിക്കുന്നു. അത്യുന്നതനേ